ലോകത്തിൽ ഇന്ന് ഭൂരിഭാഗം പേർക്കും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവേദന. നമ്മളിൽ പലരും പല സമയത്തും നടുവേദന അനുഭവിച്ചവരാവാം. എന്നാൽ എന്തുകൊണ്ടാണ് നടുവേദന വരുന്നത് എന്നും എങ്ങനെ അതിനെ തടയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതലായി ആളുകൾക്ക് കാണപ്പെടുന്ന നടുവേദന എന്നുള്ളത് മെക്കാനിക്കൽ ബാക്ക് പെയിൻ, അതായത് നമ്മുടെ മസിൽ വീക്ക് ആയതുകൊണ്ടുള്ള വേദനകളാണ്. അത്തരം ആളുകൾക്ക് അതിനെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകളും പോസ്ചർ കറക്ഷൻ ഇത്തരം മാർഗങ്ങളിലൂടെ അതിനെ തടയാൻ സാധിക്കും. എന്നാൽ ഭൂരിഭാഗം പേർക്കും നടുവേദന വരുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ള പോസ്ചർ കൊണ്ടാവാം, ഒരുപാട് സമയം ഇരിക്കുന്നത് കൊണ്ടാവാം, കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാവാം. അപ്പോൾ വേദനകളുടെ കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ കുറച്ച് പേർക്ക് നട്ടുവേദന ഡിസ്ക് മൂലമാകാം, നട്ടെല്ലിന്റെ അകൽച്ച മൂലമാകാം. ഇത്തരം വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് നടുവേദനയ്ക്ക് ഓപ്പറേഷൻ ആവശ്യമായി വരാറുള്ളത്. എന്നാൽ ഭൂരിഭാഗം നടുവേദനകളും സർജറി ഇല്ലാതെ തന്നെ നമ്മുടെ എക്സസൈസ് കൊണ്ടും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടും മാറ്റിയെടുക്കാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു ഡയഗ്നോസിസ്, എന്തുകൊണ്ട് നടുവേദന വന്നു എന്നുള്ള കാരണം കണ്ടെത്തുന്നതിലാണ് അതിൻ്റെ ചികിത്സ എപ്പോഴും വിജയിക്കുന്നത്. എപ്പോഴാണ് നടുവേദനയ്ക്ക് സർജറി വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാൽ ഭൂരിഭാഗം പേർക്കും നടുവേദന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, അതായത് എക്സസൈസ്, പ്രോപ്പർ പോസ്ചർ, മസിൽ സ്ട്രെങ്തനിങ് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാറിപ്പോകുന്നതാണ്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് നടുവേദനയ്ക്ക് സർജറി പോലുള്ള മാർഗങ്ങൾ ആവശ്യമായി വരാറുള്ളത്. അത് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുന്നതിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. നടുവേദന എങ്ങനെ തടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനായിട്ട് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകൾ, ഇരിക്കുമ്പോഴുള്ള പോസ്ചർ കറക്റ്റ് ചെയ്യാം. നടുവേദനയുടെ പ്രധാനമായ കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. മുമ്പ് നമ്മൾ ഒരുപാട് നടന്നിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു മിക്കവാറും ആളുകളുടെയും ജോലി സിറ്റിംഗ് ജോബാണ്. ഇരുത്തമാണ് നടുവേദന ഇന്നത്തെ യങ് ആളുകളിൽ, ചെറുപ്പക്കാരിൽ നടുവേദനയ്ക്ക് ഒരു കാരണം. ഒരുപാട് സമയം ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഒരു 20 മിനിറ്റ്സ് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നടുനിവർത്താൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകൾ, അതായത് മുൻവശത്തെ കോർ മസിലും നട്ടെല്ലിൻ്റെ സ്പൈൻ മസിൽസിനും സ്ട്രെങ്തൻ ചെയ്യാനുള്ള റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നമ്മുടെ കയ്യിലുള്ള മാർഗം. എന്നാൽ വേദന വന്നാൽ അതിൻ്റെ കാരണം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് വേദന എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപൂർവമായിട്ടും വേദനകൾ ഡിസ്ക് കൊണ്ടാവാം, എല്ലിൻ്റെ അകൽച്ച കൊണ്ടാവാം, ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരെ വേദന വരാം. അപ്പോൾ വേദന സ്വയം ചികിത്സിക്കാതെ അതിനുള്ള സ്പെഷ്യലിസ്റ്റിനെ, ഡോക്ടേഴ്സിനെ കാണിച്ചുകൊണ്ട് വേദനയുടെ കാരണം കണ്ടെത്തുക, ആ കാരണത്തെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ അഡ്വൈസസ് ഫോളോ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേദനകളെ ഒരു പരിധിവരെ കൺട്രോൾ ആക്കാനും ഭാവിയിലോട്ട് വേദന വരാതിരിക്കാനും ഡിസ്കിൻ്റെ ആരോഗ്യത്തിനും നട്ടലിൻ്റെ ആരോഗ്യത്തിനും ഒരുപാട് ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ നടുവേദനയെ പേടിക്കേണ്ടതില്ല, എന്നാൽ അത് നിസ്സാരമായി കാണാനും പാടില്ല. ഒരു വേദന കണ്ടെത്തിയാൽ അതിൻ്റെ കാരണം കണ്ടെത്തുക, അതിൻ്റെ ആളുകളെ ഡോക്ടേഴ്സിനെ കാണിക്കുക, അതിൻ്റെ കാരണത്തെ ചികിത്സിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റും.